നമസ്കാരം. ഈ പറഞ്ഞ പ്രായപൂർത്തിയാകാതെയും പ്രായപൂർത്തിയായി എന്നൊക്കെ പറയാവുന്ന കുട്ടികളുടെ പേരോ 5, 6, 7 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളുടെ പേരോ നാടോ അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളുടെ പേരോ വീട്ടുപേരോ ഒന്നും അറിയാത്ത ഞാൻ സംസാരിച്ചതിൻ്റെ പേരിൽ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ കൊണ്ട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു കേസ് ഫയൽ ചെയ്തു. അങ്ങനെ ഞാൻ പോക്സോ കേസിൽ പ്രതിയായി. തിരുവനന്തപുരത്തെ ഒരു പാർട്ടിക്കാരനാണ്, ഇതുപോലെ ഒരു വെട്ടിപ്പ് തട്ടിപ്പുമായിട്ട് നടക്കുന്ന ഒരു പാർട്ടിക്കാരനാണ് പോക്സോ തന്നെ ഇടണമെന്ന് പോലീസുകാരോട് ശഠിച്ചത്. യഥാർത്ഥ പീഡനം നടത്തിയ കേസ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഉറങ്ങുന്നു ഇപ്പോഴും. കാരണം 25 ലക്ഷം രൂപ കൊടുത്ത് ഈ സംവിധായകൻ എന്ന് പറഞ്ഞ പെണ്ണുപിടിയൻ കേസ് ഒതുക്കി എന്ന് പറയുന്നു. പരാതി കൊടുത്ത പീഡിത എങ്ങോട്ടോ പോയി കാശ് വാങ്ങിക്കൊണ്ട് ഞാൻ കോടതി കയറി ഇറങ്ങുന്നു. ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണ്, അതും അഭിമാനത്തോടെ എൻ്റെ പാർട്ടി ഭരിക്കുമ്പോഴാണ് എന്ന് കരുതി സിനിമയിലെ ചിലർ ഗർഭചിത്ര വീരനായൊരു MLAക്ക് പരസ്യ പിന്തുണയും മുങ്ങാൻ കാറും കൊടുത്ത് പിന്തുണയ്ക്കുന്നതിനെ ഞാൻ അംഗീകരിക്കില്ല. MLA ആണ് എന്ന അട്രാക്ഷൻ ഈ പെണ്ണുപിടിയൻ അല്ല ഗർഭം കലക്കി, ആ കലക്കിയുടെ പിന്നാലെ പെൺകുട്ടികളും പോകരുതായിരുന്നു. കുറച്ച് നാളിന് മുമ്പ് ഒരു മഹാനായ ഗായകനുണ്ടല്ലോ, ഇപ്പോൾ കേരളത്തിൽ ആസ്ഥാന ഗായകൻ വരെ ആയി നിൽക്കുന്നത്, അവൻ്റെ പിറകെ ഇതുപോലെ പോയി പീഡിപ്പിച്ച ശേഷം ഒരു ഡോക്ടർ കൊച്ചി തന്നെ പരാതി കൊടുത്തതും ഈ അട്രാക്ഷൻ കൊണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു എംബോക്കി 4 ഫോട്ടോ അവൻ്റെ അടിച്ചു വന്നാൽ പ്രേമിക്കാൻ ഇഷ്ടം പോലെ ആളെ കിട്ടുമെന്നുള്ളത് ഇവൻ ആരെന്ന് പോലും അന്വേഷിക്കില്ല എന്ന് കരുതി സ്വന്തം പരിജ്ഞാനത്തിൽ ഗർഭം കലക്കി മരുന്ന് വാങ്ങിക്കൊടുത്ത് അലസിപ്പിക്കുന്നതും മിണ്ടിയാൽ നിന്നെ സെക്കൻഡുകൾക്കുള്ളിൽ കൊല്ലാൻ എനിക്കാവുമെന്ന് പറയാൻ ക്രൂരമായ മനസ്സുള്ള ഒരുത്തനെ കഴിയൂ. MLA ആയപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഗർഭം കലക്കി മന്ത്രിയായാൽ തലസ്ഥാനത്ത് ഒരു ആശുപത്രി തന്നെ കലക്കാനായിട്ട് സർക്കാർ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഗർഭം കലക്കി ആശുപത്രി എന്ന് പറഞ്ഞൊരു ആശുപത്രി തുടങ്ങേണ്ടി വരും ഇവന് വേണ്ടി. ഇനി മന്ത്രിയും പുല്ലൊന്നും ആവില്ല, കാരണം പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കിയില്ല. ഇനി അവന് മത്സരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. എവിടെയെങ്കിലും മത്സരിക്കാം, പാലക്കാട്ടെന്നല്ല, കേരളത്തിൽ എവിടെയെങ്കിലും, അടൂരുകാരനാണല്ലോ, അവിടെ എവിടെയെങ്കിലും മത്സരിക്കാൻ വന്നാൽ, ഇപ്പോൾ കക്കൂസുകളൊക്കെ ടാങ്ക് ആയതുകൊണ്ട് മനുഷ്യൻ്റെ മലം എടുക്കാൻ പറ്റില്ല, ഈ ആടുമാടുകളുടെ ചാണകമെടുത്ത് കലക്കിയെങ്കിലും അവൻ്റെ മോന്തയിൽ അടിക്കണം. ആത്മാഭിമാനമുള്ള പെണ്ണുങ്ങളുള്ള നാട്ടിലാണ് അവൻ ഇനി മത്സരിക്കാൻ വരുന്നതെങ്കിൽ. ഇങ്ങനെയുള്ള ഒരു കശ്മലിനാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. സിനിമ സീരിയൽ നടികളെ അങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുന്നവരെ നമ്മൾ സമ്മതിക്കണം. ഇവരൊക്കെ കലാകാരികളല്ല, ഇറച്ചി വെട്ടുകാരുടെ മനസ്സുള്ളവരാണ് എന്ന് ഞാൻ പറയും. ഇനി ഏവളായാലും ഇവക്കൊന്നും വീട്ടിൽ പെൺമക്കളില്ലേ അല്ലെങ്കിൽ ഇവക്ക് അനിയത്തിയില്ലേ എന്നൊന്നും ഇവൾ ഓർക്കുന്നില്ല. ഇങ്ങനെയുള്ളവളൊക്കെ കലാകാരികൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാർക്കിച്ചു തുപ്പും. അടുത്ത കഥ. ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്ന് കേൾക്കുന്ന നമ്മുടെ നടികളുടെ ഇടയിൽ നമ്മുടെ കൊച്ചു മീനാക്ഷി ചിന്തനീയമായ പലതും തുറന്നു പറഞ്ഞ് ശ്രദ്ധേയയാകുകയാണ് ഈ അടുത്ത കാലത്ത്. അവളൊരു ചെറിയ കുട്ടിയാണ്. റിയാലിറ്റി ഷോയിലെ പൊട്ടത്തരങ്ങൾ പറയുന്ന ലെവലിൽ നിന്നും മീനാക്ഷി വളർന്നില്ല. മുതിർന്ന പെണ്ണാവുമ്പോൾ ഇപ്പോൾ പറയുന്ന ചിന്തകളൊക്കെ മാറിക്കോളും എന്നെല്ലാം അവളെപ്പറ്റി പറഞ്ഞ് ഈ പ്രായത്തിൽ ഈ കുട്ടി ചിന്തിക്കുന്നതൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് അഭിനന്ദിക്കാതെ അതൊക്കെ പറയാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന ചിന്തയിൽ ശാരദക്കുട്ടിമാർ കൊച്ചു മീനാക്ഷിയെ കുടയാനുള്ള വഴികൾ തേടുകയാണ് ഇപ്പോൾ. ഞങ്ങളുണ്ട് അതൊക്കെ പറയാം. ഇവിടുത്തെ ഇത്തരം ജാതി മതം രാഷ്ട്രീയം ഇതൊന്നും മീനാക്ഷി പോലെ പാലൂടി മാറാത്ത പിള്ളേർ പറയണ്ട, അതൊക്കെ ഞങ്ങൾ മുതുക്കളവികളുണ്ട് ഇവിടെ ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സാമുദായിക തുല്യത സാധ്യമാണോ എന്നാണ് മീനാക്ഷി ചോദിച്ചത്. നിലവിലത് സ്വപ്നങ്ങളിൽ മാത്രമെന്ന് മീനാക്ഷി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ പുതിയ തലമുറയിൽ സമുദായങ്ങളുടെ സ്വാധീനം കുറഞ്ഞു വരുന്നത് സന്തോഷകരമാണെന്നും മീനാക്ഷി കുറിച്ചു. ഓരോ സമുദായവും തുല്യത വേണം എന്നാഗ്രഹിക്കുന്നത് അവർക്ക് തൊട്ട് മുകളിലാണ് എന്ന് അവർ കരുതുന്ന
സമുദായം തൊട്ട് മുകളിലാക്കാനാണ്, ആ സമുദായത്തിൻ്റെ ലെവലിലെത്താനാണ്. അല്ലാതെ ഓരോ സമുദായവും അവർക്ക് താഴെയുള്ളതെന്ന് കരുതപ്പെടുന്ന സമുദായം തൊട്ട് താഴേക്ക് പോവുകയില്ല ചിന്തകൾ. അതുകൊണ്ട് തന്നെ തുല്യത നിലവിൽ സ്വപ്നങ്ങളിൽ മാത്രമാണ് നിലനിൽക്കുന്നതെന്നും പുതുതലമുറയിൽ ഇതിൻ്റെ സ്വാധീനം കുറഞ്ഞു വരുന്നുവെന്ന സന്തോഷവും തനിക്കുണ്ട് എന്ന് മീനാക്ഷി പറഞ്ഞു വച്ചു. ഈ പറഞ്ഞത് മീനാക്ഷിയുടെ പൊട്ടത്തരമാണെന്നും യഥാർത്ഥ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോൾ ഇക്കാര്യം മീനാക്ഷി മനസ്സിലാക്കിക്കോളും എന്നാണ് ശാരദക്കുട്ടി എന്ന ബുദ്ധിജീവിയുടെ നിലപാട്. പുരുഷൻ്റെ അവകാശങ്ങൾ വിലക്കിക്കൊണ്ട് സ്വന്തം മൂല്യങ്ങൾ നേടാൻ ശ്രമിച്ചാൽ അത് തെറ്റാണെന്ന് പറയുന്നിടത്താണ് തൻ്റെ ഫെമിനിസം എന്ന് കുറച്ച് നാൾ മുമ്പ് മീനാക്ഷി പറഞ്ഞതും വിമർശനം നേടി. മീനാക്ഷി പണ്ട് റിയാലിറ്റി ഷോയിൽ പറഞ്ഞ തമാശകൾ ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാരദക്കുട്ടി മാമിൻ്റെ കളിയാക്കൽ തുടങ്ങുന്നത്. MG അങ്കിളിൻ്റെയൊക്കെ മുന്നിൽ മാത്രം പറയാവുന്ന ചില പൊട്ടത്തരങ്ങളിൽ ഒരു പൊട്ടത്തരമായി മാത്രം വളരുമ്പോൾ മീനാക്ഷി അത് മനസ്സിലാക്കിക്കോളും ഈ പറയുന്ന പൊട്ടത്തരങ്ങൾ. അപ്പോൾ MG ശ്രീകുമാറൊക്കെ ബുദ്ധിയില്ലാത്തവരാണ്. MG ശ്രീകുമാറും ജയചന്ദ്രനൊക്കെ ഇരിക്കുന്നിടത്ത് നിന്ന് പറയുന്ന പൊട്ടത്തരങ്ങൾ അതുപോലെ കണക്കാക്കിയാൽ മതി ഈ പറയുന്ന ജാതിയെപ്പറ്റി പറയുന്നത്, മതത്തെപ്പറ്റി പറയുന്നതെന്നും അവൾ വലുതാവുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളൂ എന്നൊക്കെയാണ് ശാരദക്കുട്ടി പറയുന്നത്. അതിൽ പോലും ശാരദക്കുട്ടിക്കൊരു കുത്തുണ്ട്. ബൗദ്ധികമായി ചിന്തിക്കാനറിയാത്ത സില്ലി വാചകങ്ങൾ കേട്ട് ചിരിക്കുന്ന ആളുകളാണ് ഈ MG അങ്കിളുമാർ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു ധ്വനി അതിലുണ്ട്. സില്ലി കോമഡി കേട്ട ചിരിച്ചു കളയുന്നു. മസിൽ പിടിക്കാതെ ചിരിക്കട്ടെ ശാരദക്കുട്ടി, നിങ്ങളും ചിരിക്കുക. ബുദ്ധിജീവി ആവണമെങ്കിൽ ചിരിക്കണ്ട എന്നുള്ള ആ നയം അവസാനിപ്പിക്കുക. ശാരദക്കുട്ടിമാരെ റിയാലിറ്റി ഷോയ്ക്ക് അവതാരകയോ ജഡ്ജിയോ ആക്കിയാൽ ആ ഷോ വളരെ ഡ്രൈ ആയിരിക്കും. കാരണം ചിരിക്കാതെ വർത്തമാനം പറയാതെ ഇരിക്കുന്നവർ ജഡ്ജായ എങ്ങനെ ഇരിക്കും? റിയാലിറ്റി ഷോകൾ രസകരമാകണം, എന്നാലേ റേറ്റിംഗ് കടമ്പയൊക്കെ കടക്കൂ. എൻ്റെ പൊന്ന് ശാരദക്കുട്ടി ടീച്ചറെ, അടുത്ത ജന്മം നായരായി ജനിച്ചാൽ പോരാ, പൂണൂലിട്ടവനായി ജനിച്ച് അയ്യനെ കെട്ടിപ്പിടിക്കണം എന്ന് ഇവിടുത്തെ ഒരു ആൾ പറഞ്ഞല്ലോ, നമ്മളെ സുണേഷ് ഗോപി. ആ പറഞ്ഞിടത്താകാം ശാരദക്കുട്ടി ഇപ്പോഴും നിൽക്കുന്നത്. അതിന് മീനാക്ഷി എന്ത് പഴച്ചു മാഡം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈഴവന് നായരാകണം. ഈഴവൻ കരുതുന്നത് നായർ ഞങ്ങളെക്കാൾ മുകളിലെന്നാണ്. അപ്പോൾ ഒരു നായരായാൽ, അല്ലെങ്കിൽ എൻ്റെ മോളെ ഒരു നായർ കെട്ടിയാൽ, എൻ്റെ ചെറുക്കൻ ഒരു നായർ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നാൽ അഭിമാനമായി എന്നാണ് അവർ വിചാരിക്കുന്നത്. നായന്മാർ വിചാരിക്കുന്നത് നമ്പൂരിയാകണം. കാരണം നായർ ചിന്താഗതിയിൽ നമ്പൂരിയാണ് അതിൻ്റെ മുകളിൽ എന്ന് തന്നെയല്ലേ ആഗ്രഹം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ജനിച്ച ജാതി എനിക്ക് അഭിമാനമുള്ളതാണെന്ന് ചിന്തിക്കുന്നവർ ഇവിടെ എത്ര വരും എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം പേരെ കാണും. മീനാക്ഷി പറഞ്ഞ കണക്ക് പുതുതലമുറയിൽ ഈ ജാതിയും മതത്തിൻ്റെയും സ്വാധീനം തുലോം കുറയുക തന്നെയാണ്. എൻ്റെ മകൻ ജാതി പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. ചുമ്മാ പറയല്ല, മതം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതൊന്നും ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയ്ക്ക് അതൊന്നും ദഹിക്കില്ല. അവർ വേറൊരു ലോകത്താണ്. പുരുഷന്മാർ രാവിലെ എണീറ്റ് കുളിച്ച് കുറിയും തൊട്ട് എന്താ പറയുക പെണ്ണിനെ പിടിക്കാൻ പോകുന്നവരാണെന്ന് അടിച്ചു പറഞ്ഞ ഒരു കവയിത്രി അമ്മ ഇവിടെ ഉണ്ടായിരുന്നു തലസ്ഥാനത്ത്. അവരുടെ മോള് പോലും ഒരു ഭാര്യയുള്ള പട്ടകൾ തേടിപ്പോയി ആ കുടുംബം കലയ്ക്ക് കൊടുത്തവരാണ്. ഇതാണ് ഇവരുടെ ചിന്തകൾ. പട്ടരെ പിടിക്കുള്ളൂ, നേരെ വേണ്ട. ശാരദക്കുട്ടി മാഡത്തിന് ദേഷ്യം വരണ്ട. നിങ്ങളുടെയൊക്കെ ചിന്തയിൽ ജാതീയതയുടെ വലിപ്പച്ചെറുപ്പം അന്തർലീനമായി കിടക്കുന്നത് കൊണ്ടാണ് മാഡം നിങ്ങൾ ഈ കൊച്ചു മീനാക്ഷിയുടെ മേൽ ചാടി വീഴുന്നത്. വിവരദോഷികളായ സിനിമ നടിമാർക്കിടയിൽ ഒരു മീനാക്ഷിയെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്ന്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നല്ലോ എന്ന് ദയവായി ശാരദക്കുട്ടി ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് ഞായറാഴ്ച. നാളെ രാവിലെ അല്ല, 11 മണിക്കല്ലേ കോടതി കൂടണേ. ഉച്ചയാകുന്നതിന് മുമ്പ് 7-8 വർഷമായി കേരളീയർ ചർച്ച ചെയ്യുന്ന നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വരും. അത് കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഞായറാഴ്ച തൃപ്പൂണിത്തുറയ്ക്ക് പോയാൽ തിങ്കളും കഴിഞ്ഞ് ചൊവ്വാഴ്ചയും മടങ്ങുള്ളൂ. വോട്ട് ചെയ്യാനായിട്ടേ മടങ്ങുള്ളൂ.
എന്നാലും ഞാനവിടെ ഫോണിലെങ്കിലും വാർത്ത കേട്ടോളാം. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നല്ല ഇവിടുത്തെ ചാനലുകാരുടെ നിലപാട്. അവസാന സമയത്തും ദിലീപിനിട്ടൊരു മുട്ടൻ പണി പറ്റിയില്ല എങ്കിൽ ഒന്ന് ഞോടാമോ എന്നാണ് അവർ ആലോചിക്കുന്നത്. വിധി വരാൻ 3 ദിവസമുള്ളപ്പോൾ ഇന്ന് ഏഷ്യാനെറ്റിലെ PG സുരേഷ് കുമാർ എന്ന മഹാൻ ഈ കേസിനെ പറ്റി നേരം വെളുക്കുമ്പോൾ തന്നെ രാവിലെ 8 മണിക്ക് തന്നെ പറയുന്ന കേട്ടു. അന്തിമ വിധി വരാൻ 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ കോടതിയിൽ നടന്ന വാദമുഖങ്ങൾ അത്രയും ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയെന്നാണ് സുരേഷിൻ്റെ അമിത സന്തോഷത്തിന് കാരണം. അടച്ചിട്ട കോടതിയിലാണ് വാദം നടക്കുന്നത്, അല്ലെങ്കിൽ നടന്നത്. അവിടെ ആര് എന്തു പറഞ്ഞു എന്നത് വാദിയുടെയും പ്രതികളുടെയും വക്കീലന്മാർക്കും വാദിക്കും പ്രതിക്കും കോടതി ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിൻ്റെ വക്കീലിനും പബ്ലിക് പ്രോസിക്യൂട്ടർക്കും ജഡ്ജിക്കും മാത്രമേ അറിയാനാകൂ എന്നിരിക്കെ കേസിൻ്റെ എല്ലാ വിവരവും ഒരു വാർത്താ ചാനലിന് മാത്രം കിട്ടുന്നത് എങ്ങനെയാകാം? അത് കോടതി അലക്ഷ്യമല്ലേ എന്നാണ് എനിക്ക് സംശയം. അന്വേഷിക്കേണ്ട കാര്യമാണ്. അടച്ചിട്ട കോടതിയിൽ നിന്നും എങ്ങനെ വിസ്താരത്തിൻ്റെ പൂർണ്ണ രൂപം പുറത്തേക്ക് പോയി? ജഡ്ജിയോട് എന്തായാലും ആരും ചോദിക്കില്ല, എന്താണ് കേസിലെ വിധി എങ്ങനെ എന്ന് ചോദിക്കും. ഒരു ജഡ്ജിയോട് ചോദിക്കില്ല. ദിലീപിൻ്റെ കേസ് വാദിക്കുന്ന രാമൻപിള്ള സാറും ഇത്തരം വിവരക്കേട് പറയില്ല. പ്രതികളോ വാദിയോ പറയാനിടയില്ല. കോടതി ഉദ്യോഗസ്ഥരും ഒന്നും പറയില്ല. വക്കീലന്മാരും ഇടയില്ല. എന്നാൽ നടിക്കായി വാദിക്കുന്ന വക്കീൽ ചാനൽ ചർച്ചകൾക്ക് മാത്രം ജീവിക്കുന്ന ആളാണ്. സർക്കാരിൻ്റെ വക്കീൽ അവിടെ ഒരാളിരിപ്പുണ്ടല്ലോ, ചാനൽ ചർച്ചക്കാരനായിരുന്നു മുമ്പ്. എന്ന് മാത്രമല്ല, ഈ കേസ് എനിക്ക് തരാൻ പറ, പുല്ലുപോലെ ഞാൻ ഈ കേസ് ജയിപ്പിച്ചു തരാം ദിലീപിനെ എന്ന് പലതവണ ചാനൽ ചർച്ചകൾക്കിടയിൽ ഇടവേള വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇനി അദ്ദേഹം മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല.